പാലക്കാട് ജില്ലയിലെ മുതലമടയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ സാബു എം ജേക്കബിനും അദ്ദേഹത്തിന്റെ 2020 എന്ന പ്രസ്ഥാനത്തിനും കനത്ത പ്രഹരമാണ് നൽകിയിരിക്കുന്നത്. കിഴക്കമ്പലത്ത് നിന്ന് കേരളം മുഴുവൻ പടരുമെന്ന് വീരവാദം മുഴക്കിയ 2020യുടെ അടിത്തറ മുതലമടയിൽ പൂർണ്ണമായും ഇളകിയിരിക്കുകയാണ്. അവിടുത്തെ നെന്മാറ മണ്ഡലം കമ്മിറ്റി തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് പ്രവർത്തകർ കൂട്ടത്തോടെ രാജിവെച്ചിരിക്കുന്നു. സാബു എം ജേക്കബ് തന്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി BJP നേതൃത്വം നൽകുന്ന NDAയുമായി കൈകോർത്തതാണ് ഈ കൂട്ടരാജിക്ക് കാരണമായിരിക്കുന്നത്. മുതലമടയിലെ സാധാരണക്കാരായ മനുഷ്യർ വർഗീയ ശക്തികൾക്ക് പാദസേവ ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ തയ്യാറല്ല എന്ന ഉറച്ച നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. സാബു എം ജേക്കബ് ഏകപക്ഷീയമായി എടുത്ത തീരുമാനമാണ് ഇപ്പോൾ 2020യുടെ തകർച്ചയ്ക്ക് കാരണമായിരിക്കുന്നത്. ED അന്വേഷണത്തിൽ നിന്നും തന്റെ ബിസിനസ് താൽപര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് സാബു BJPയുമായി സഖ്യമുണ്ടാക്കിയതെന്ന ആരോപണം ശക്തമാണ്. മുതലമടയിലെ പ്രവർത്തകരുമായോ പ്രാദേശിക നേതാക്കളുമായോ യാതൊരു ആലോചനയും നടത്താതെയാണ് അദ്ദേഹം ഈ രാഷ്ട്രീയ കച്ചവടം നടത്തിയത്. ഇതിൽ പ്രതിഷേധിച്ച് JVM, അതായത് ജനകീയ വികസന മുന്നണി എന്ന പ്രസ്ഥാനത്തിൽ നിന്ന് 2020യിലേക്ക് വന്ന 100 കണക്കിന് ആളുകൾ ഇന്ന് ആ ബന്ധം അവസാനിപ്പിച്ചിരിക്കുകയാണ്. സാബുവിന്റെ കോർപ്പറേറ്റ് താൽപര്യങ്ങൾക്ക് തങ്ങൾ ബലി കൊടുക്കാൻ കഴിയില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 2020 വിട്ടവർ പഴയതുപോലെ ജനകീയ വികസന മുന്നണിയായി തന്നെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അരാഷ്ട്രീയവാദത്തിന്റെ ലേബലിൽ വന്ന് ഒടുവിൽ വർഗീയ ശക്തികളുടെ പാളയത്തിൽ ചെന്നെത്തുന്ന 2020യുടെ ഇരട്ടത്താപ്പ് ഇതോടെ വെളിച്ചത്തായി. മതേതര കേരളത്തിന് ചേരാത്ത രാഷ്ട്രീയ നീക്കങ്ങൾക്കെതിരെയുള്ള മുതലമടയിലെ ജനങ്ങളുടെ ഈ പോരാട്ടം ശ്രദ്ധേയമാണ്. ജനാധിപത്യ വിശ്വാസികൾക്ക് ആവേശം നൽകുന്നതാണ് ഈ വാർത്ത. കോർപ്പറേറ്റ് രാഷ്ട്രീയത്തിന് കേരളത്തിൽ ആയുസില്ല എന്നും ജനകീയ പ്രശ്നങ്ങളെക്കാൾ വലുതല്ല വ്യക്തി താല്പര്യങ്ങളെന്നും ഈ സംഭവം തെളിയിക്കുന്നുണ്ട്. പഞ്ചായത്തിലെ 22 വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടും കാര്യമായ സ്വാധീനമുണ്ടാക്കാൻ കഴിയാതിരുന്ന 2020ക്ക് ഈ കൂട്ടരാജി വലിയൊരു തിരിച്ചടിയാണ്. പാലക്കാട് ജില്ലയിൽ 2020യുടെ രാഷ്ട്രീയ ഭാവി ഇതോടെ ചോദ്യചിഹ്നമായിരിക്കുകയാണ്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതേതര പാർട്ടികൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തിന് മുന്നിൽ ഇത്തരത്തിലുള്ള താൽക്കാലിക മുന്നണികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മുതലമട സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സത്യാവസ്ഥ തിരിച്ചറിഞ്ഞ് അഴിമതിയുടെയും വർഗീയതയുടെയും പാളയത്തിൽ നിന്ന് വിട്ടുപോന്ന ഈ പ്രവർത്തകരുടെ തീരുമാനം സ്വാഗതാർഹമാണ്. എന്തായാലും മുതലമടയിൽ 2020ക്ക് ഉണ്ടായിരുന്ന സ്വാധീനം ഇല്ലാതാകുന്നതോടെ അവിടെ UDFന്, പ്രത്യേകിച്ച് കോൺഗ്രസിന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നതിൽ തർക്കമില്ല. 2020 പിടിച്ചു വെച്ചിരുന്ന വോട്ടുകൾ മതേതര ചിന്താഗതിയുള്ളവരുടേതാണ്. അവരിപ്പോൾ സാബുവിനെ കൈവിടുമ്പോൾ ആ വോട്ടുകൾ സ്വാഭാവികമായും മടങ്ങിയെത്തുക കോൺഗ്രസ് പാളയത്തിലേക്കായിരിക്കും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ നെന്മാറ മണ്ഡലത്തിലും മുതലമട പഞ്ചായത്തിലും കോൺഗ്രസിന് വലിയ ആധിപത്യം സ്ഥാപിക്കാൻ ഈ സാഹചര്യം വഴിതെളിക്കും. വികസനത്തിന്റെ പേരിൽ കോർപ്പറേറ്റ് രാഷ്ട്രീയം കളിച്ചവർ സ്വയം നശിക്കുമ്പോൾ ജനകീയ വികസനത്തിന്റെ മാതൃകയുമായി കോൺഗ്രസ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്.